12,000 കൊല്ലം നിർജീവാവസ്ഥയിലായിരുന്ന എത്യോപ്യയിലെ ഹെയ്ലി ഗുബി അഗ്നിപർവ്വതം കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചു. വലിയ സംഭവമായിരിക്കുകയാണ്. 14 കിലോമീറ്റർ ഉയരത്തിൽ വരെ ചാരം പറന്നു പൊങ്ങിയിട്ടുണ്ട്. സ്ഫോടനം അവസാനിച്ചു. പക്ഷേ ചാരം കാറ്റിൽ പറന്നു തുടങ്ങിയതോടെ ഇന്ത്യ അടക്കമുള്ള പല ഏഷ്യൻ രാജ്യങ്ങളിലും വ്യോമഗതാഗതത്തിന് പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. ടി കെ റേജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. റേജിത്ത്, ശരിക്കും കേരളത്തിലേക്ക് വന്ന വിമാനങ്ങൾ പോലും റദ്ദ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു. ആകാശത്ത് ഇതിൻ്റെ പുകപടലങ്ങൾ ഒഴുകി നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രേക്ഷകരെ നമുക്ക് ഈ സാഹചര്യത്തിൽ അറിയിക്കാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് വിമാനയാത്ര നടന്ന ആൾക്കാർ കൂടി ഇത് ശ്രദ്ധിക്കുക. തീർച്ചയായും എസ്കേൻ, അങ്ങനെ മറ്റൊരു നാട്ടിലൊരു അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ പൊട്ടിത്തെറിച്ചാൽ നമ്മുടെ രാജ്യത്ത് അത് സാധാരണ നിലയിൽ അങ്ങനെ ആശങ്കയൊന്നും ഉണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാറില്ല. പക്ഷേ ഇവിടെ നമുക്ക് കാണാം, ഹെയ്ലി ഗുബി എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനമാണിത്. ഗൂഗിൾ എർത്ത് വഴിയുള്ള അതിൻ്റെ ഇമേജാണ് നമ്മളിപ്പോൾ പിക്ക് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് കാണാം. അഗ്നിപർവ്വത സ്ഫോടനം വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നു. അതെങ്ങനെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ, ഏഷ്യൻ രാജ്യങ്ങളെ എത്രത്തോളമാണ് അത് ബാധിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വളരെ വേഗം നമുക്കൊന്ന് പറഞ്ഞു പോകാവുന്നതാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ കരിമേഘ പടലങ്ങൾ എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഡൽഹിയൊക്കെ വലിയ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന, അന്തരീക്ഷ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നേരിടുന്നതിനിടയിലാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനം, അതിൻ്റെ പൊട്ടിത്തെറി, പിന്നാലെ ഈ കരിമേഘ പടലങ്ങൾ ഇന്ത്യ അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, അതുപോലെ ഏഷ്യയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ വിമാന സർവീസുകളെ അടക്കം ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലെ അഫാർ മേഖലയിലാണ് ഈ ഹെയ്ലി ഗുബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ പുറന്തോടിലെ 3 ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോകുന്ന ഇടമാണ് ഇത് എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. അധികം ജനവാസ മേഖലയൊന്നുമുള്ള പ്രദേശമാണിത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിൻ്റെ പരിസരങ്ങളിലൊക്കെയായി ജീവിക്കുന്നത്. പക്ഷേ ഇത് 14 കിലോമീറ്ററോളം ഉയരത്തിൽ ഇതിൻ്റെ പുകപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പടരുന്നതോടുകൂടി അത് കാറ്റിൽ മറ്റ് രാജ്യങ്ങളെ അടക്കം ബാധിക്കുന്ന നിലയിലേക്ക് എത്തുന്നതോടുകൂടിയാണ് ആശങ്ക അവിടെ രൂപപ്പെടുന്നത്. ഈ പ്രദേശത്ത് നിരവധി സജീവവും അർദ്ധസജീവവുമായ അഗ്നിപർവ്വതങ്ങൾ രൂപപ്പെടാൻ കാരണം ഒട്ടനവധിയുണ്ട് ഭൂമിശാസ്ത്രപരമായി. ഹെയ്ലി ഗുബി ഒരു സ്ട്രെയ്റ്റോ വോൾക്കാനോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് വോൾക്കാനോ വിഭാഗത്തിൽപ്പെടുന്ന അഗ്നിപർവ്വതമാണ് എന്നാണ് പൊതുവെ ശാസ്ത്ര നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. 12,000 വർഷങ്ങൾക്ക് ശേഷമാണ്, നേരത്തെ അത് SKN സൂചിപ്പിച്ചിരുന്നു, 12,000 വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ഞായറാഴ്ച ഈ അഗ്നിപർവ്വതത്തിൽ ഉഗ്രമായ സ്ഫോടനം ഉണ്ടാകുന്നത്. ഇത്തരം അഗ്നിപർവ്വതങ്ങൾക്ക് സാധാരണയായി കോണാകൃതിയിലുള്ള രൂപമാണ് നമ്മൾ കാണാറുള്ളത്. ഇവ പലപ്പോഴും മാഗ്മയുടെയും ചാരം, പാറക്കഷ്ണങ്ങൾ തുടങ്ങിയ പെറോക്ലാസ്റ്റിക് വസ്തുക്കളുടെയും പാളികൾ അടുക്കി വെച്ച് രൂപപ്പെടുന്നവയാണ്. അതാണ് ഇങ്ങനെ ഇതിൻ്റെ സ്ഫോടനം അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇരട്ടിയാക്കുന്നത്. ഇത്തരം അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ലാവ അത് സാധാരണയായി കട്ടി കൂടിയതാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പെട്ടെന്ന് തണുത്തുറയുന്ന തരത്തിലുള്ളതാണ് ഇതിൻ്റെ ലാവ എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അഫാർ മേഖലയിലെ മറ്റ് അഗ്നിപർവ്വതങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ ഹെയ്ലി ഗുബിയുടെ സമീപത്ത് ജനവാസം താരതമ്യേന കുറവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നിരുന്നാലും ഈ ഉഗ്രസ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. സമീപത്തുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളെയൊക്കെ ഇത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലടക്കം ഇത് പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് സമീപത്തുള്ള പ്രദേശങ്ങളിൽ ഇത് എത്രത്തോളം അന്തരീക്ഷ മലിനീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഉഗ്രസ്ഫോടനം നടന്നിരിക്കുന്നു. 14 കിലോമീറ്റർ ഉയരത്തിൽ ഇതിൻ്റെ പുകപടലങ്ങൾ, കരിമേഘ പടലങ്ങൾ പടർന്നിരിക്കുന്നു. വലിയ ചാരം ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. 25,000 മുതൽ 45,000 അടി വരെ ഉയരത്തിലാണ് ഇതിൻ്റെ ചാരമേഘങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ കാണുന്നത്. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗത്തിൽ ഈ ചാരമേഘം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കയാവുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ ആശങ്ക അത് സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ്. യമൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മുകളിലൂടെ നീങ്ങി അറബിക്കടലും കടന്നാണ് രാജസ്ഥാൻ ഭാഗത്തുകൂടി ഉത്തരേന്ത്യൻ മേഖലകളിലേക്ക് ഇതിൻ്റെ കരിമേഘ പടലങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഇതിൻ്റെ ആഘാതമുണ്ടാകുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. നമ്മുടെ രാജ്യത്താണെങ്കിൽ മഹാരാഷ്ട്ര, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിലേക്ക് ഈ മേഘങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിലും അന്തരീക്ഷ മലിനീകരണം അത് വലിയ പ്രശ്നം തന്നെയാണ്. കേരളത്തിലേക്ക് ഉൾപ്പെടെയുള്ള നിരവധി വിമാന സർവീസുകൾ ഇതിനോടകം റദ്ദാക്കി കഴിഞ്ഞിരിക്കുന്നു. വിമാനങ്ങൾ പുകപടലങ്ങൾ ഒഴിവാക്കി താഴ്ന്നു പറക്കുകയോ യാത്ര മറ്റ് ഏരിയകൾ കേന്ദ്രീകരിച്ച് പോവുകയോ ചെയ്യണം എന്നുള്ള നിർദ്ദേശം DGCAയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. കേരളത്തിലേക്കടക്കമുള്ള വിമാന സർവീസുകളെ ഇത് ബാധിച്ചിരിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനം കാരണമുള്ള പൊടിപടലങ്ങൾ അത് വിമാനയാത്രയ്ക്ക് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പൊടിപടലങ്ങൾ വിമാന എഞ്ചിനിൽ കയറി അതിൻ്റെ ടർബൈൻ ബ്ലേഡുകളും പ്രോപ്പല്ലറുകളും തകരാറിലാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്
ഈ വിമാന സർവീസുകൾക്കടക്കം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നത്. കോക്പിറ്റ് ജാലകങ്ങളിൽ ഉരഞ്ഞ് അത് മങ്ങലേൽപ്പിക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പൈലറ്റുമാരുടെ കാഴ്ചയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യോമഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഒരു വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിമാന കമ്പനികൾക്കടക്കം പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകേണ്ട നിലയിലേക്ക്, വിമാന സർവീസുകൾ റദ്ദാക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വിമാനത്തിന്റെ വിവിധ സെൻസറുകളും മറ്റു ഉപകരണങ്ങളും തകരാറിലാകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശം വിമാന കമ്പനികൾക്ക് നൽകുന്നുണ്ട്. അതിന്റെ ആശയവിനിമയത്തെ ഒരുപക്ഷെ പ്രതിസന്ധിയിലാക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നു. അതുകൊണ്ടുകൂടിയാണ് വിമാന കമ്പനികൾക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ വരുന്നത്. 2010 ഫിൻലൻഡിൽ സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിൽ യൂറോപ്പിലെമ്പാടുമുള്ള വ്യോമഗതാഗതം 2 ആഴ്ചയോളം സ്തംഭിച്ചത് നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ ഇനി ഇതെങ്ങനെയാണ്, ഇതിന്റെ ഒരു പ്രത്യാഘാതം ഏത് തരത്തിലാണ് ഇനി വിമാന സർവീസുകളൊക്കെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ സർവീസുകൾ റദ്ദാക്കുകയല്ല, സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നു എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പോകുന്നത്, ഏഷ്യൻ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്, മറ്റ് രാജ്യങ്ങളെ, ഇതിൻ്റെ സമീപ പ്രദേശങ്ങളെ ഇതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ പ്രധാനമായ വിഷയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.